സാമൂഹ്യ നവോത്ഥാനത്തിന് പ്രധാന പങ്കുവഹിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ജനനത്താൽ പവിത്രമായ ചെമ്പഴന്തി. കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കൺവെൻഷൻ സെന്റർ നമുക്ക് കാണാവുന്നതാണ്. ഇതിനടുത്തായി അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുരുവിന്റെ പ്രസിദ്ധമായ ദൈവദശകം ഇവിടെ ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുദേവന്റെ ജന്മഗൃഹമായ വയൽവാരം വീട് പഴമ നഷ്ടപ്പെടാതെ ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഓല കെട്ടിമേഞ്ഞ ചാണകം മെഴുകിയ നിലവും ചുവരുകളുമുള്ള വയൽവാരം വീട് ഗുരുദേവന്റെ ജന്മം കൊണ്ട് പവിത്രമാണ്. കല്ലുകൾ പാകിയ നടപ്പാത വഴി ഇറങ്ങിച്ചെല്ലുന്നത് ഗുരുദേവൻ ജനിച്ച വയൽവാരം വീട്ടിലേക്കാണ്. ഗുരുദേവന്റെ പാദങ്ങൾ പതിഞ്ഞ മണ്ണ്. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരു ആവിതൻ തോണി നിൻ പദം, ഒന്നെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദിക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. മൂന്ന് മുറികളുള്ള കിഴക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ആ വീടിന് ഏതാണ്ട് 300 വർഷം പഴക്കമുണ്ട്. കൊല്ലവർഷം 1032 ചിങ്ങമാസം ചതയം നക്ഷത്രത്തിലാണ് ഗുരുദേവൻ ജനിച്ചത്. പിതാവ് സംസ്കൃത അധ്യാപകനായിരുന്നു. അധ്യാപകനായതിനാൽ ആശാൻ എന്ന വിളിപ്പേരുകൂടി ചേർത്ത് മാടനാശൻ എന്നാണ് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. അമ്മയുടെ പേര് കുട്ടിയമ്മ എന്നാണ്. നാണു എന്നാണ് കുട്ടിക്കാലത്ത് ഗുരുദേവനെ വിളിച്ചിരുന്നത്.